ഇപ്പോഴും ശ്രീത്ത് പറയുന്നത് ആ ഒരു അജണ്ട അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അജണ്ട ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഇതൊരു ശ്രദ്ധ നേടിയെടുക്കലാകാം. അത് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള സമരമല്ല, ചെറിയ ചെറിയ പ്രതിഷേധാത്മകമായിട്ടുള്ള സമരങ്ങളിലൂടെ നടത്തിയ ഒരു കാര്യം. ഇതിനെതിരെ നടക്കുന്ന ഹേറ്റേഴ്സ് ക്യാമ്പയിൻ ഒരു പക്ഷെ അതിലും വലുതാണ്, അതിലും വലിയ തലത്തിൽ കൂടിയാണ് അത് അഡ്രസ് ചെയ്യപ്പെടുന്നത്. ട്രൈ ചെയ്യ്. ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മുടെ സുഹൃത്ത് ഷഫാഖ് അല്ലെ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇസ്രയേലിൽ ഉൾപ്പെടെ അവരോട് സഹകരിക്കുന്ന ആൾക്കാർ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള വ്യാഖ്യാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ പ്രതീകാത്മകമായിട്ടാണ് സമരം ചെയ്യുന്നത് എങ്കിൽ പോലും പ്രതീകാത്മകമായിട്ടുള്ള പല സമരങ്ങളുടെ വ്യത്യസ്ത സമരമാർഗങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസ് തെരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമസോൺ കാട്ടിലെ തീപിടുത്തത്തിനെതിരെ, കാട്ടുതീക്കെതിരെ സമരം ചെയ്യാനായിട്ട് അവധി ദിവസം ബ്രസീലിന്റെ എംബസിയുടെ മുന്നിൽ നടത്തിയിരിക്കുന്ന പ്ലക്കാർഡ് പിടിച്ചുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെയൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന സമരമാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ സമരം എന്ന് ഞാൻ വിളിക്കില്ല, ഇറ്റ്സ് എ സർക്കസ്. ഇവരവിടെ നടത്തിയിരിക്കുന്ന സർക്കസ് ആണ്. സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു, ടാറ്റ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടെ വംശഹത്യക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്ലാൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഡിസൈനിന് വേണ്ടിയിട്ട് പണം കൊടുക്കുകയാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്നാണ് എങ്കിൽ എനിക്ക് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റോ എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിഫൻസ് എക്യുപ്മെന്റുകൾ പർച്ചേസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ടെക്സാർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഈ സാറ്റലൈറ്റ് അവർക്ക് വേണ്ടി ലോഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. എന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? പകലും രാത്രിയിലും ഹൈ റെസൊല്യൂഷൻ ഇമേജസ്, 1 മീറ്റർ ആക്യുറസിയിലുള്ള റെസൊല്യൂഷൻ എടുക്കുന്ന, അത്രയും ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് എടുക്കുന്നതാണ്. ആ ഇമേജറി ഇപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് എന്താ ഉറപ്പ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ISROയെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? നമ്മുടെ നാട്ടിലെയുള്ള ഗവൺമെന്റിനെ ബഹിഷ്കരിക്കാനായിട്ട് പറയുമോ? ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പാലസ്തീനിലുള്ള വംശഹത്യക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ത്യ ആസ് എ കൺട്രി ഈസ് എ ബേബി കില്ലർ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങളോട് പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എത്രത്തോളം ആപൽക്കരമാണ് ആ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ചല്ല, ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. വേറെ ഒരു ഉദാഹരണം പറയാം. എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡിഫൻസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവരുമായിട്ട് ചേർന്നിട്ട്, ഇസ്രായേലിലുള്ള എൽബിറ്റ് സിസ്റ്റംസുമായിട്ട് ചേർന്നിട്ട് ഹെർമെസ് 900 ഡ്രോൺസ് കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ മാനുഫാക്ചറിങ്ങും ഡെലിവറിയും തുടങ്ങി. ആരാ ചെയ്യുന്നത്? അദാനിയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് അദാനിയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മുതൽ ഇതിന്റെ ഡെലിവറി തുടങ്ങി. ആർക്കറിയാം, ഇതിനോടകം തന്നെ എത്രയോ തവണ ഇതൊരു പക്ഷേ ഈ പാലസ്തീനിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ അദാനിയെ അങ്ങ് ബഹിഷ്കരിച്ചാലോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 എഡിബിൾ ഓയിൽ ബ്രാൻഡാണ് ഫോർച്യൂൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ ബഹിഷ്കരിക്കും. നിങ്ങൾ ബഹിഷ്കരിക്കുമോ? നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ? കോഹിനൂർ റൈസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, വനസ്പതി ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. സോപ്പും ഹാൻഡ് വാഷും ഉൾപ്പെടെയുള്ള എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹീന്ദ്രയുടെ ഡിഫൻസിൽ മഹീന്ദ്ര ഡിഫൻസ് ഉണ്ട്. മഹീന്ദ്രയുടെ എത്രയോ എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ബഹിഷ്കരിക്കുമോ? മഹീന്ദ്രയുടെ ബേബി കെയർ ഉണ്ട്. ആ ബേബി കെയർ ആണ് പിന്നീട് സെല്ല് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ക്രൈയിലേക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ പണ്ട് മഹീന്ദ്ര ഉണ്ടായിരുന്നവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്രൈയെ ബഹിഷ്കരിക്കുമോ? ബേബി പ്രോഡക്ട്സിനെ. കാരണം ബേബി കില്ലർ എന്നാണല്ലോ ഇവരെല്ലാം പറയുക. അങ്ങനെയാണെങ്കിൽ അത് പറയുമോ? ക്ലബ് മഹീന്ദ്ര റിസോർട്ടുകളുണ്ട്, നമ്മൾ റിസോർട്ടിൽ പോകണ്ടെന്ന് പറയുമോ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ അദാനിയെയോ മഹീന്ദ്രയെയോ ടാറ്റയോ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് സമരം നടത്താമെന്നുള്ളതല്ലാതെ ഈ കോർപ്പറേറ്റുകളെ, ഇവരുടെ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാതെ ഒരു ദിവസം ഒരു ഇന്ത്യനും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പിന്തുണയ്ക്കുന്ന കുറെ ആൾക്കാരുടെ മെസ്സേജസ് ഉണ്ട്. അതായത് ഈ പെരുന്നാളിന് നിങ്ങൾ വാങ്ങുന്ന കുപ്പായത്തിൽ പാലസ്തീനിലെ കുട്ടികളുടെ, പിഞ്ചു മക്കളുടെ ചോരക്കറ പുരളാൻ പാടില്ല എന്ന്. ഞാൻ പറയുന്നത്, ഒരാളിന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന ഒരാളിന്റെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണ്, അയാൾക്കുണ്ടാക്കുന്ന വേദന എത്രത്തോളമാണ്, തെറ്റായിട്ടുള്ള ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇപ്പൊ ഈ രാത്രിയിൽ, നാളെ ഇപ്പൊ പെരുന്നാളാണല്ലോ, ഈ രാത്രിയിൽ സ്റ്റുഡിയോയിൽ പർച്ചേസ് ചെയ്യുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള മതവിഭാഗത്തിന് തൽക്കാലം മാറ്റി നിർത്തും. ആ മതവിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ചോരക്കറ പുരണ്ട വസ്ത്രം എടുത്തതിന് ശേഷം ആ പണം അവിടെ ഈ കുഞ്ഞു മക്കളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നു എന്നാണോ? എന്ത് പോഷ്കാണ്, എന്ത് മണ്ടത്തരമാണ്.
എന്ത് വിവരക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് അങ്ങനെ ഒരു അജണ്ട ഇതിനകത്തുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ ഷഫാക്കിനോട് ചോദിച്ചപ്പോൾ ഷഫാക്ക് പറഞ്ഞത് അത് വളരെ യാദൃച്ഛികമാണ്, അങ്ങനെ ഒരു പെരുന്നാൾ ദിനം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തതല്ല എന്ന് പറയുമ്പോഴും ശ്രീത്ത് പറയുന്നത് ആ ഒരു അജണ്ട അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അജണ്ട ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഒരു വസ്ത്ര സ്ഥാപനത്തിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒക്കേഷൻസിലാണെങ്കിൽ മാത്രമേ അതിന് ഇമ്പാക്ട് ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് ഒരു വസ്ത്ര ബ്രാൻഡിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം ഏതായിരിക്കും? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ഫെസ്റ്റിവലിന്റെ സമയമായിരിക്കും. കൂടുതൽ ദീപാവലി പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫാബ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ റൈറ്റ് വിംഗ് ഗ്രൂപ്പുകൾ നടത്തിയിരുന്ന പല ക്യാമ്പയിനുകളുണ്ട്. അതൊക്കെ നടത്തിയിരുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗത്താണ്, ഒരു സമയത്താണ്. അപ്പൊ അത് നടത്തുന്നത് എന്തിനാണ്? ആ ബിസിനസ് അഫക്റ്റഡ് ആകണം എന്നതിന്റെ ഉദ്ദേശത്തിലാണ്. ഇപ്പൊ സ്റ്റുഡിയോയെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? അവര് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, വലിയ മാളുകളിൽ മാത്രമല്ല, അവരുടേതായിട്ടുള്ള ബിൽഡിങ്ങുകൾ എടുക്കുന്നു, ലീസ് ചെയ്തിട്ട് എടുക്കുന്നു. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ അവരുടെ ഔട്ട്ലെറ്റുകളുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയിടത്ത് സ്റ്റുഡിയോ ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു ബിസിനസ് അവർക്ക് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള കേരളത്തിലെ ഒക്കേഷൻസ് ഏതൊക്കെയാണ്? നിശ്ചയമായിട്ടും 2 വലിയ പെരുന്നാളുകളുണ്ട്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ക്രിസ്മസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്, ഓണമുണ്ട്. ഈ സമയമൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ സെയിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയം കൃത്യമായി ചൂസ് ചെയ്തതിനു ശേഷം അവരുടെ ബിസിനസിനെ പ്രതീകാത്മകമായിട്ട് എടുത്ത് ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവർക്കൊരു ബിസിനസ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന